അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഉപ്പ നാട്ടിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഷോപ്പിംഗാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ്, എന്നാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായതുകൊണ്ട് മദീന സയദ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ് കേട്ടോ പോകുന്നത്. അത് വലിയൊരു ഷോപ്പിംഗ് സെൻറ്ററാണ്. അവിടെ ലുലു ഉണ്ട്, KM ഉണ്ട്, അങ്ങനെ കുറേ ഹൈപ്പർ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ പോരാത്തതിന് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുണ്ട്. അപ്പോൾ മെയിനായിട്ട് അത് തന്നെയാണ്. അപ്പോൾ അവിടെ ഫിക്സഡ് റേറ്റ് ഒന്നുമല്ല, നമുക്കിങ്ങനെ പറഞ്ഞാൽ കുറച്ചൊരു അങ്ങനെ എല്ലാം നല്ല റീസണബിൾ പ്രൈസിലായിട്ട് നമുക്ക് കിട്ടിയല്ലോ ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം കിട്ടും. ഡ്രസ്സ് ഉണ്ട്, പിന്നെ ആക്സസറീസ്, ഫുഡ് വെയർ ആയിക്കോട്ടെ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട്. ഇങ്ങനെ സാധനം വാങ്ങാനായിട്ട് തന്നെ പോകണമെന്നില്ല, നമുക്കിങ്ങനെ വെറുതെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ വെറുതെ എല്ലാവരും കൂടി ഒന്നിച്ച് നടക്കാൻ തന്നെ നല്ല രസമാണ്, കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡിലായിട്ട് തന്നെ ഗോൾഡിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അങ്ങനെ ആ ഷോപ്പും കാര്യങ്ങളൊക്കെ എടുത്തുന്നേ ഉള്ളൂ. പിന്നെ ഇതിനൊക്കെ നല്ല ടൈം വേണം കേട്ടോ. ഇത് നടന്ന് കാണാൻ തന്നെ ഒരുപാട് ടൈം വേണം, വലിയതാണ്. പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ, മാഷാ അല്ലാ. പിന്നെ അബുദാബിയിൽ ഒട്ടുമിക്ക ഷോപ്പിലും നമുക്ക് അൽ ഹസനിൽ ഗ്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കയറ്റി വിടൂ കേട്ടോ. പിന്നെ ചില ആൾക്കാർ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കില്ല കേട്ടോ, അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. പിന്നെ നമ്മൾ ദുബൈയിലുള്ള ഫാമിലിനോടൊക്കെ അബുദാബിയിലേക്ക് വാ എന്ന് പറയുമ്പോൾ അവർക്ക് വരാൻ ഭയങ്കര മടിയാണ്. കാരണം ദുബൈയിലൊന്നും അൽ ഹസനിൽ ഗ്രീൻ വേണമെന്നൊന്നുമില്ല. ഇവിടെ അൽ ഹസനിൽ ഗ്രീൻ ആവണമെങ്കിൽ PCR ചെയ്ത് നെഗറ്റീവായി അൽ ഹസനിൽ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അബുദാബിയിൽ വന്നിട്ട് കാര്യമായിട്ടൊന്നും കാണാനില്ല. പിന്നെ എവിടെ പോകണമെങ്കിൽ ഇത് വേണമെന്നെല്ലാം കൊണ്ട് ആർക്കും ഇപ്പം അത്ര വരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ആദ്യം തന്നെ നമ്മൾ ക്യാമിലേക്കാണ് പോയത്. ഉപ്പാക്ക് ഡ്രസ്സ് വെക്കാനുണ്ടായിന്, പിന്നെ ഓയിൽ ഡിസ്പെൻസർ, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിന്. ഇത് വെൻഡിങ് മെഷീനാണ്. ഇതിൽ കോയിൻ ഇട്ടിട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചുയിങ്ക ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഒരു ദിറംസ് ഇട്ടാൽ ഒരു ചുയിങ്ക വരും. ആദ്യം നമുക്ക് ഇതിനെ പറ്റിയുള്ള ഐഡിയ ഒന്നും ഉണ്ടായിട്ടില്ല. മോന് കാർട്ടൂണിൽ കണ്ടിട്ട് അത് അങ്ങനെ നോക്കി പഠിച്ചതാണ് കേട്ടോ. പിന്നെ KMൻ്റെയും ഫുഡ് കോർട്ടിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ ഗരം മസാലയും നട്ട്സൊക്കെ വാങ്ങാം. നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങൽ.
ഇപ്പൊ ബ്ലോഗ് ചെയ്യും ഇതേ സാധനങ്ങളൊക്കെ ഗരം മസാല 2.5 കിലോ. ഈ ഷോപ്പിൽ ഒരുപാട് തരം മസാലകളും മസാലേൻ്റെ പൊടികൾ, പിന്നെ അരിയുണ്ട്, റോസ് ബഡ്സ്, പിന്നെ പലതരം നട്ട്സ്, ഇതിൻ്റെ പേരൊന്നും അറിയില്ല, ഒരുപാടുണ്ട്. പയർ, പരിപ്പ് അങ്ങനത്തതൊക്കെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ്സ്, പിന്നെ ഒരുപാട് തരം കോസ്മെറ്റിക്സ്, അതൊന്നും നോക്കിയാൽ തന്നെ മനസ്സിലാവില്ല, അത്രയ്ക്ക് ഉണ്ട്. പിന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആയിട്ടും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. കൽക്കഷ്ണം അങ്ങനെ എന്തെല്ലോ ഒരുപാടുണ്ട്. ഇതൊരു ഇറാനിൻ്റെ ഷോപ്പാണ്. അപ്പോൾ അവിടെ കാസർഗോഡ് അറിഞ്ഞ കേട്ടോ ഉള്ളത്, അങ്ങനെ പോയതാണ്. പിന്നെ ഇവിടെ നല്ല റീസണബിൾ പ്രൈസാണ്. നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രൈസിന് തന്നെയാണ് ഇവർ തരുത്ത്. हाँ 1 2 सही है सही है. और 5 എല്ലാം ഓഫർ ഇന്ന് മാത്രം കേട്ടോ. ഇത് പിടിച്ചിട്ട് ഞാൻ എടുക്കാൻ തന്നെയല്ലേ പറയുന്നത്. എത്ര ഒരു സാധനം വേണ്ട. നിങ്ങൾക്കറിയോ, നിങ്ങൾക്കറിയാം അവർ പറഞ്ഞിട്ട് ഞാൻ തന്ന സാധനമാണ് നിങ്ങളോട് ഞാൻ 8 രൂപ പറഞ്ഞു, എന്നിട്ട് ഇന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്കൊരു പെർഫ്യൂമിൻ്റെ ഷോപ്പിലേക്ക് പോകാനുണ്ട്. ഇവിടെ കുറേ കടകളിലെല്ലാം നല്ല ഓഫറെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കയറാനോ ഒന്നും വാങ്ങാനോ നമുക്ക് സമയം ഉണ്ടായിട്ടില്ല. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാണിച്ചിരണം എന്നൊക്കെ ഉണ്ടായിനി, പക്ഷേ ഒന്നിനും ടൈം ഉണ്ടായിട്ടില്ല. നമ്മൾ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത്. പിന്നെ കുട്ടികൾ പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ ഇതാ വെഡിങ് ഗൗണ്, അങ്ങനെ ഒരുപാട് ഷോപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പെർഫ്യൂമിൻ്റെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഓരോരു സ്മെല്ലുണ്ടാവില്ലേ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയത്. ഓരോരാൾക്ക് ഓരോരോ സ്മെല്ല് ഇഷ്ടപ്പെട്ടാൽ പിന്നെ അത് തന്നെ ആയിരിക്കുമല്ലേ യൂസ് ചെയ്യുക. നമുക്ക് ആ സ്മെല്ല് നോക്കിയിട്ട് ചെറിയ അത്തറിൻ്റെ ബോട്ടിലും പിന്നെ വലിയ ബോട്ടിൽ പിന്നെ സ്പ്രേൻ്റെ പോലെയൊക്കെ ആക്കിയിട്ട് തരും കേട്ടോ ഇവർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ പിന്നെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിനി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വ്ളോഗായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.